സൈഗോൺ, വിയറ്റ്നാമിന്റെ ഹൃദയമിടിപ്പായ സൈഗോണിൽ നമ്മുടെ കൊച്ചു കേരളവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കും. സൈഗോണിലെ വേറിട്ട കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ തന്നെ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഹോച്ചിമിൻ സിറ്റി എന്ന് വിളിക്കുന്ന സൈഗോണിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. ഫ്രഞ്ചുകാർക്ക് മുമ്പ് സൈഗോൺ ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാർ ഈ നഗരത്തെ കൊച്ചിൻ ചൈന എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ വിളിക്കാൻ അവർക്ക് ഒരു കാരണമുണ്ടായിരുന്നു. 1498 മെയ് 20 കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡഗാമയും കൂട്ടരും കൊച്ചിയെ അവരുടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറ്റിയെടുത്തു. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയതിനു ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ വിയറ്റ്നാമിലെ സൈഗോണിൽ എത്തിച്ചേർന്നത്. അന്ന് സൈഗോണിന്റെ വിളിപ്പേര് ഖൂച്ചി എന്നായിരുന്നു. കേരളത്തിലെ കൊച്ചിക്കും സൈഗോണിലെ കൂച്ചിക്കും പേരിൽ വളരെ സാമ്യമുണ്ടായിരുന്നതുകൊണ്ട് പോർച്ചുഗീസുകാർ സൈഗോണിലെ കൂച്ചിക്ക് കൊച്ചിൻ ചൈന എന്ന് പേരിട്ടു. ധാരാളം ചരിത്രം പറയാനുള്ള ഒരു നഗരമാണ് സൈഗോൺ. ഒരു കാലത്ത് കംബോഡിയക്കാരുടെ മീൻപിടുത്ത കേന്ദ്രമായിരുന്ന സൈഗോൺ പിന്നീട് പോർച്ചുഗീസുകാരുടെയും അതിനുശേഷം ഫ്രഞ്ചുകാരുടെയും കോളനിയായി മാറുകയായിരുന്നു. സൈഗോണിലെ അതിപ്രശസ്തമായ നോട്ടർഡാം കത്തീഡ്രലിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ 10 വർഷമായി നടന്നുവരുന്ന ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2026 മാർച്ച് മാസത്തോടെ പൂർത്തിയാകും. ഈ കത്തീഡ്രലിന്റെ ഭിത്തികൾ പണിതിരിക്കുന്ന ചുടുകട്ടകൾ ഫ്രാൻസിലെ മാഴ്സലി എന്ന സ്ഥലത്തു നിന്നും കൊണ്ടുവന്നതാണ്. വർഷം 100 കഴിഞ്ഞിട്ടും യാതൊരു മങ്ങലുമേൽക്കാതെ ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നു. നോത്രഡാം കത്തീഡ്രലിന് തൊട്ടടുത്തായി നിൽക്കുന്ന ഈ മഞ്ഞ കെട്ടിടമാണ് സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. 1886 നിർമ്മാണം ആരംഭിച്ച് 1891 പൂർത്തിയായ ഇത് ഇന്നും ഒരു പോസ്റ്റ് ഓഫീസായി തന്നെ പ്രവർത്തിക്കും. നല്ല മഴയുള്ള ദിവസമായിട്ട് പോലും ധാരാളം സന്ദർശകരാണ് ഈ പോസ്റ്റ് ഓഫീസും അതിന്റെ ചുറ്റുപാടുകളും കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു പഴയ യൂറോപ്യൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതീതിയാണ്. ഈ മനോഹരമായ വളഞ്ഞ മേൽക്കൂര താങ്ങി നിർത്തുന്നത് വലിയ ഇരുമ്പ് തൂണുകളാണ്. ഈ പോസ്റ്റ് ഓഫീസിലെ ടൈൽസ് കണ്ടില്ലേ? ഏതാണ്ട് 150 വർഷമായിട്ടും യാതൊരു മങ്ങലുമില്ലാതെ ഈ ടൈൽസുകൾ അങ്ങനെ നിലനിൽക്കുകയാണ്. പ്രവർത്തന സജ്ജമായ ഒരു പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളിൽ പലരും പോസ്റ്റ് കാർഡിൽ എഴുത്തുകൾ എഴുതി സ്വന്തം ദേശത്തേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. സൈഗോൺ സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിയും തീർച്ചയായും
കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇവിടുത്തെ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തരുന്ന വാർ റെമനൻസ് മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. 1955 മുതൽ 1975 വരെയുള്ള വിയറ്റ്നാമീസ് ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെയും അമേരിക്കയുടെ തോൽവിയുടെയും കഥയാണ് ഈ മ്യൂസിയത്തിന് പറയാനുള്ളത്. യുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ച ആയുധങ്ങളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പാറ്റൻ ടാങ്കുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ ചിതറിക്കിടപ്പുണ്ട്. കുറച്ചൊരു ദുഃഖഭാരത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ മ്യൂസിയം കണ്ടിട്ട് പുറത്തിറങ്ങാൻ കഴിയൂ. വാർ മ്യൂസിയത്തിലെ ഗൗരവമേറിയ കാഴ്ചകൾക്ക് ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സൈഗോണിന്റെ ഹൃദയഭാഗത്തുള്ള ഇൻഡിപെൻഡൻസ് പാലസിലാണ്. 1975 ഏപ്രിൽ 30 വടക്കൻ വിയറ്റ്നാമിന്റെ ടാങ്കുകൾ ഈ ഗേറ്റ് തകർന്ന് അകത്തേക്ക് കയറിയതോടെയാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച വിയറ്റ്നാം യുദ്ധത്തിന് അന്ത്യമായത്. ചരിത്രം വഴിമാറിയ ആ നിമിഷത്തിന് ഈ മണ്ണ് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പുനരേകീകരണ കൊട്ടാരം എന്നും വിളിക്കുന്നു. 30ഓളം ഏക്കറിൽ മരങ്ങളുടെ പച്ചപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഡിപെൻഡൻസ് പാലസിന് 100ഓളം മുറികളുമുണ്ട്. ഇൻഡിപെൻഡൻസ് പാലസിനടുത്തുള്ള ഈ സ്മാരകം 1968 ജനുവരി 31 നടന്ന ടെറ്റ് ഒഫൻസീവിൽ പങ്കെടുത്ത് വീരമൃത്യു അടഞ്ഞ സൈനികർക്കുള്ള സ്മാരകമാണ്. സ്മാരകത്തിന് ചുവട്ടിൽ സുഗന്ധത്തിരികളോടൊപ്പം സിഗരറ്റ് കുറ്റികളും പുകയുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് പാലസ് കണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഡയമണ്ട് ഷോപ്പിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാമിന്റെ തനതായ ലയൺസ് ഡാൻസ് കണ്ടത്. സൈഗോൺ ബൊട്ടാണിക്കൽ ഗാർഡന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1865 ഫ്രഞ്ചുകാർ പണി കഴിപ്പിച്ച ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ്. മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന ഈ മരങ്ങളും ഒരു ചരിത്ര മ്യൂസിയവും പിന്നെ മൃഗശാലയുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. കൊച്ചുകുട്ടികളുമായി വരുന്ന മാതാപിതാക്കന്മാരാണ് ഇവിടുത്തെ പ്രധാന സന്ദർശകർ. ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഒരു വശത്ത് വിയറ്റ്നാമിന്റെ സ്ഥാപകരായ ഹങ് രാജവംശത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു അമ്പലവും കാണാം. ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് മരിച്ച വിയറ്റ്നാമീസ് ഭടന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഈ അമ്പലം ആദ്യം ഇവിടെ പണിതത്. പിന്നീട് 1955 ഇത് ഹങ് രാജവംശത്തിനു വേണ്ടി സമർപ്പിച്ചത്. ബൊട്ടാണിക്കൽ മ്യൂസിയം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു കോഫി കുടിക്കാൻ തോന്നിയത്. വിയറ്റ്നാമിലെ കോഫി ലോകപ്രശസ്തമാണല്ലോ. വിയറ്റ്നാമീസ് കോഫിയെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ കവർ ചെയ്യുന്നുണ്ട്. കോച്ചിമിൻ സിറ്റിയിലെ ഹുയേ സേ എന്ന് പറയുന്ന ഒരു കത്തലിക് ചർച്ചിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ക്രിസ്മസിന് ഇനി ഏതാണ്ട് 1.5 മാസം ഉണ്ടെങ്കിലും അതിന് മുമ്പ് തന്നെ ഇവിടെ ക്രിസ്മസിന്റെ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നഗരത്തിന്റെ പല ഭാഗത്തും ക്രിസ്മസിന്റെ വൈബ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരുന്നു. ഈ ചർച്ചിന്റെ മുന്നിലും ക്രിസ്മസിന്റെ ബോർഡുകളും അലങ്കാരങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു.
വളരെ ഭംഗിയുള്ള അലങ്കാരങ്ങളാണ്. ചർച്ചിന്റെ മുൻവശത്തെ വാതിൽ തന്നെ ഈ അലങ്കാരങ്ങൾ കൊണ്ട് മറച്ചിരിക്കുന്നു. ജീവൻ തുടിക്കുന്ന പ്രതിമകൾ ആ ചർച്ചിന്റെ മുന്നിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സൈഗോണിലെ ഡിസ്ട്രിക്ട് 1-ലുള്ള ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ തമിഴ് കുടിയേറ്റത്തിന്റെ കഥ പറയുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചെട്ടിയാന്മാർ സൈഗോണിൽ കച്ചവടത്തിനായി എത്തിയിരുന്നു. സൈഗോണിൽ ഏറ്റവും നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന മാർക്കറ്റ് തേടിയാണ് ഞങ്ങൾ ഈ ഫ്ലവർ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. ഫ്ലവർ മാർക്കറ്റിൽ സ്ട്രീറ്റ് ഫുഡോ എന്ന് വിചാരിച്ച് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഹോ ചി മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിരാവിലെ മുതൽ വൈകിട്ട് 4 മണി വരെ ഒരു പുഷ്പവിപണിയായി മാറുന്ന ഈ മാർക്കറ്റ് വൈകുന്നേരം ആഹാരപ്രിയരുടെ ഇഷ്ടവിഹാര കേന്ദ്രമായി മാറുന്നു. പ്രധാനമായും കടൽ വിഭവങ്ങളാണ് നമുക്കിവിടെ കഴിക്കാൻ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളായ ഉണ്ണിയപ്പവും അച്ചപ്പവും പാനിപൂരിയും ഒക്കെ ഇവിടെയും കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ കടൽ കടന്നെത്തിയ പോർച്ചുഗീസുകാർ ആയിരുന്നിരിക്കണം നമ്മുടെ നാട്ടിലും വിയറ്റ്നാമിലും ഇതൊക്കെ ഫേമസ് ആക്കിയത്. ഇവിടെ ഒരു സ്ത്രീ വിയറ്റ്നാമിന്റെ സാൻഡ്വിച്ചായ ബാൻമി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തൊട്ടപ്പുറത്തെ അടുപ്പിൽ കാടമുട്ടുകൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാകുന്നുണ്ട്. ഇത് മറ്റൊരു വിയറ്റ്നാമീസ് പലഹാരമായ ബൺ പാവോ ആണ്. കാടമുട്ടകളും മസാലയും ഒക്കെ ചേർത്ത് ആവിയിൽ പുഴുങ്ങുന്ന ഈ വിഭവത്തിന് നല്ല രുചിയാണ്. ഈ ഉണ്ടാക്കുന്നത് വിയറ്റ്നാമിന്റെ തനത് പലഹാരമായ വിയറ്റ്നാമീസ് ബനാന റൈസ് കേക്കാണ്. കനലിൽ ചുട്ടെടുത്ത പഴവും തേങ്ങാപ്പാലും വേവിച്ച ചോറുമൊക്കെയാണ് ഇതിലെ പ്രധാന ചേരുവകകൾ. സൈഗോണിലെ ഈ തെരുവുകൾ നമുക്ക് നൽകുന്നത് കേവലം കാഴ്ചകൾ മാത്രമല്ല, വലിയൊരു അതിജീവനത്തിന്റെ പാഠം കൂടിയാണ്.
യുദ്ധത്തിന്റെ കയ്പുള്ള ഓർമ്മകളിൽ നിന്ന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഈ രാജ്യം വളർന്നു വന്നത് അത്ഭുതകരമാണ്. ചരിത്രവും പാരമ്പര്യവും ആധുനികതയും ഇവിടെ കൈകോർത്ത് നിൽക്കുന്നു. ഓരോ കോണിലും ക്യാമറയിൽ പകർത്താൻ പുതിയൊരു ഫ്രെയിം ഈ നഗരം എനിക്കായി കരുതി വെച്ചിരുന്നു. വിയറ്റ്നാം യാത്രയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സൈഗോണിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഭാഗത്തിൽ വിയറ്റ്നാമിലെ മറ്റൊരു വിസ്മയമായ കൂച്ചി ടണലുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. This is Benson John signing off from Benzons Travels.